രണ്ടുപേർ യാത്രയിലാണ്. അവരൊരു പുഴയുടെ മുന്നിലെത്തുന്നു. നേരെ രാത്രിയായി. ഇനി യാത്ര തുടരണമെങ്കിൽ പുഴ മുറിച്ച് കടക്കണം. ഒന്നാമൻ പറഞ്ഞു ഉടനെ കടക്കണമെന്ന് പറഞ്ഞ ആൾ വെള്ളത്തിലെടുത്ത് ചാടി നീന്താൻ തുടങ്ങി. പക്ഷേ അയാൾക്ക് വഴി തെറ്റി. രണ്ടാമത്തെ ആൾ കാത്തിരുന്നു. രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നീന്തി എളുപ്പത്തിൽ അക്കരെ എത്തി. പിന്നീട് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോൾ ഒന്നാമൻ ചോദിച്ചു, നീ എന്താ രാത്രി തന്നെ നീന്താഞ്ഞത്? അപ്പോൾ രണ്ടാമൻ പറഞ്ഞു, ചില തീരുമാനങ്ങൾ എടുക്കാൻ ധൈര്യം മാത്രം പോരാ, വെളിച്ചവും വേണം. ആവേശം അബദ്ധങ്ങൾക്ക് ജന്മം നൽകും. എടുത്തയാടെ ഒരു തീരുമാനം എടുക്കരുത്. പക്ഷെ ഇന്നത്തെ ഗോസ്പൽ വായിക്കുമ്പോൾ നമുക്ക് തോന്നും 4 ശിഷ്യന്മാർ എടുത്തയാടെ തീരുമാനമെടുത്ത്. അവർ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. ഒരു കംപ്ലീറ്റ് സ്ട്രേഞ്ചർ അവരെ വന്ന് വിളിക്കുമ്പോൾ അവരവരുടെ വഞ്ചിയും വലയും ജോലിയും വീട്ടുകാരൊക്കെ ഉപേക്ഷിച്ച് പുറകെ പോവാണ്. അവരുടെ തീരുമാനത്തിന് മുന്നിൽ ചിന്തയില്ലെന്ന് നമുക്ക് തോന്നും. പക്ഷേ ശരിക്കും അങ്ങനെയല്ല. ഈ 4 ശിഷ്യന്മാരെ സംബന്ധിച്ച് ക്രിസ്തു ഒരു സ്ട്രേഞ്ചർ അല്ല. അവർക്ക് ക്രിസ്തുവിന് മുൻപ് തന്നെ പരിചയമുണ്ട്. മാർക്കോസ് ഗോസ്പൽ എഴുതിയപ്പോൾ മാർക്കോസിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ് എല്ലാം ഉടനെ സംഭവിച്ചെന്ന് എഴുതുക. ഇമ്മീഡിയറ്റ്ലി എന്ന് പറയാം. മാർക്കോസിൻ്റെ ഗോസ്പലിൽ 40 തവണയാണ് ഈ ഉടനെ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. കിങ്ഡം ഓഫ് ഗോഡിൻ്റെ അർജൻസി കാണിക്കാനാണ് മാർക്കോസ് ബോധൂർ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന് ഈ 4 ശിഷ്യന്മാരായിട്ട് പരിചയമുണ്ട്. അവരൊരു റിലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരൊരു പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈശോ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് ടൈം. സമയമായി, വാ നമുക്ക് തുടങ്ങാം. പബ്ലിക് മിനിസ്ട്രി തുടങ്ങാനുള്ള സമയമായി. അപ്പോൾ ഇവർ തമ്മിൽ നേരത്തെ ഒരു ബന്ധമുണ്ട്. അങ്ങനെയാണ് ഇതിനെ വായിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോഴേ വേഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്, വ്യക്തതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആദ്യം ഉൾക്കാഴ്ച ഉണ്ടാവണം, എടുത്ത് ചാടരുത്.